ആരോടൊപ്പം ആവട്ടെ, എന്തിലാവട്ടെ, ഏത് മഹാപ്രസ്ഥാനത്തിനൊപ്പം ആവട്ടെ, എത്ര വലിയ ജോലി ആകട്ടെ, എന്ത് കാര്യമാവട്ടെ, നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഇറങ്ങി. നിങ്ങൾ സന്തോഷത്തിലല്ല, നിങ്ങൾ ഒരുപാട് കരയേണ്ടി വരുന്നു, നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന നിമിഷമല്ലേ ഇറങ്ങി നടക്കണം. കാരണം ഒരിക്കൽ സങ്കടപ്പെട്ടു, പിന്നെയും സങ്കടപ്പെട്ടു, മൂന്നാമതും അത് തന്നെ നിങ്ങൾ ചെയ്താൽ പോകെ പോകെ ഈ സങ്കടങ്ങൾ കൂടുകയുള്ളൂ. അത് കുറയില്ല, അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. നിങ്ങൾ ആ ഉള്ള സിറ്റുവേഷനിൽ ഇത്രയും സങ്കടപ്പെട്ടെടുത്ത് പിന്നെ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല, സന്തോഷമേ കിട്ടില്ല. അപ്പം പിന്നെ നിങ്ങൾ വീണ്ടും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിക്കും, അത് കിട്ടത്തില്ല. അപ്പം വീണ്ടും ഭയങ്കര നിരാശയിലേക്ക് പോകും. രണ്ട്, ഒരു കാരണവശാലും സന്തോഷത്തിനോ പ്രണയത്തിനോ സ്നേഹത്തിനോ വേണ്ടി ഭിക്ഷ എടുക്കരുത്, യാചിക്കരുത് എന്ന്. കിട്ടത്തില്ല. ആ കിട്ടുന്ന സംഗതി എന്താണ്? നമ്മൾ യാചിച്ച് കിട്ടുന്ന എന്താണ്? അത് ഭിക്ഷയാണ്. അതിന് അങ്ങനെ കൊടുക്കപ്പെടുന്ന ഒരു സംഗതിക്ക് വിലയില്ലടോ. നിങ്ങൾ ഒരാളോട് എന്നെ ഒന്ന് സ്നേഹിക്കോ, യോ എനിക്ക് സ്നേഹമില്ല, എന്നെ ഒന്ന് ചോദിക്കരുത്. ഇത്രയും ബില്യൺസ് ഓഫ് മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരാളുടെ പിറകെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പിറകെ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ പിറകെ യാചിച്ചിറങ്ങുന്ന കാര്യം തന്നെ? അതില്ല തന്നെ. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് അതാണ്. ഈ പരിഭവം പറഞ്ഞ്, സങ്കടം പറഞ്ഞ്, വല്ലാത്ത അലുക്കുലുത്ത് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നതിന് പകരം നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവായിരിക്കണം, നിങ്ങളുടെ ചിന്തകൾ ലക്ഷ്യത്തിലേക്കായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. നിങ്ങളുടെ സങ്കടങ്ങളെ കംപ്ലീറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പരിഭവങ്ങളെ, നിങ്ങളുടെ പായാരങ്ങളെയൊക്കെ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കൂ. പറ്റും നിങ്ങൾക്ക്. ലോകത്ത് കിടക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കൂ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കൂ. പരാതികൾ, നിങ്ങൾക്ക് പറ്റിപ്പോയത്, നിങ്ങളുടെ ബന്ധത്തിന്റെ പ്രശ്നം, നിങ്ങളുടെ പഴികൾ ഒക്കെ വിടുന്നേ. എന്നാല് ഈ ഭൂരിപക്ഷ ആൾക്കാർ അങ്ങ് പോകുന്ന വഴിയെ നമ്മളും ഒരു കുഞ്ഞാടായിട്ട് അങ്ങനെ ഒഴുകും. നിങ്ങൾക്ക് പറ്റിപ്പോയ മിക്കവാറും പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാന കാരണം തന്നെ ലോകമൊഴുകുന്നൊരു വഴിയുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ പോകും, നമ്മളും കൂടെ പോവാം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വഴിയില്ല. അതായിരിക്കും പലപ്പോഴും നിങ്ങൾ നേരിടുന്നൊരു പ്രശ്നം. അതുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരും, അതിന് കുറേ വിഷയങ്ങളുണ്ടാകും. അതൊക്കെ വന്നോട്ടെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാൻ പറ്റിയ സമയത്തിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. സങ്കടങ്ങൾ ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ വഴി നമ്മുടെ മുമ്പിൽ തെളിയിച്ചിട്ട് തരുന്നതിനുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ കൈകടത്തലാണെന്ന് മനസ്സിലാക്കാം. 5, ഒരു ആൽമരം വളരുന്നത് പോലെയല്ല ഒരു അലങ്കാര ചെടി വളരും, അല്ലേ? ഒരു കോയി ഫിഷ് വളരുന്നത് പോലെയല്ല ഒരു ആന വളരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ളത് എങ്ങനെയാണോ നിർമ്മിക്കപ്പെട്ടിരുന്നത് അതിനനുസരിച്ച് വളർച്ചയ്ക്കൊരു ലെവലുണ്ട്. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച്, നിങ്ങളുടെ ഒരു ജീവിത ചുറ്റുപാടിനനുസരിച്ച് നിങ്ങൾ വളരുന്നൊരു സമയം വരും. അതിനായിട്ട് ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. അല്ലാതെ കമ്പയർ ചെയ്ത് അത് മറ്റേ ആൾ ഇത്രയും വളർന്നില്ല, ഇന്നയാൾ ഇങ്ങനെ വളർന്നില്ല. നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ഒരു സമയത്ത് എല്ലാം നല്ലതായിട്ട് വളരും, നിങ്ങൾക്ക് മോശം സംഭവിക്കില്ല.